എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അതേ നമ്മുടെ ലോലോയുടെ അടുത്ത് തിരിച്ചെത്തി. പുത്തൻ ട്രാവൽ ആൻഡ് സിക്കിം മേഘാലയ യാത്രയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ലോലോയുടെ കൂടെ നമ്മുടെ ആളോട് എത്തിയിട്ടുണ്ട്, ആകാശ് ബോയും. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ സുഖവാസമൊക്കെ? അടിപൊളിയായിരുന്നു. ലോഡാന്ന് പറയാൻ രാജയോഗമായിരുന്നു. ഇപ്പൊ രാജയോഗം കഴിഞ്ഞോ? രാജയോഗം കഴിഞ്ഞു. ഉറക്കം അല്ലേ? ഉറക്കം കഴിക്കാം, ഉറക്കം കഴിക്കാം. അതേപോലെ കിട്ടത്തില്ല. നല്ല സുഖമായിരുന്നു. ഇനിയിപ്പോ ഉറക്കളൊക്കെ കേട്ടോ. ഈ ഉറക്കം വിളിക്കുന്നതിന് കുഴപ്പമില്ല, ക്ഷീണമൊന്നും ഇല്ല. ഇതിപ്പോ നമ്മളെ കൂടെ പറപ്പിച്ചോട്ടോ, ഭയങ്കര കാറ്റാ ഇവിടെ. കുറേ ദിവസങ്ങൾക്ക് കൂടി അങ്ങനെ നമ്മൾ ലോറി ഓടിക്കുകയാണ് അല്ലേ? എത്ര ദിവസമായല്ലേ ലോലോ കണ്ടിട്ട് കുറേ ദിവസമായി. അതെ അതെ, നമ്മുടെ ലോറിയും ക്യാരവനും കൂടി ഉള്ള ഒരു ഫാമിലി ട്രിപ്പായിരുന്നു ഇത്തവണ നമ്മള്. പക്ഷെ ലോറി മേഘാലയ ചെന്ന് ലോഡൊക്കെ ഇറക്കിയിട്ട് ലോഡാകാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് കുറേ ദിവസം കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ നേപ്പാളും ഭൂട്ടാനും ഒക്കെ കറങ്ങി, സിക്കിമൊക്കെ കറങ്ങി തിരിച്ചു പോന്നു. തിരിച്ച് വീണ്ടും വെസ്റ്റ് ബംഗാളിൽ വന്നാണ് ലോലോയെ കൂട്ടിയത്. ലോറിയും കാരവനും കൂടെ നമ്മൾ ആദ്യമായിട്ടാ പോകുന്നത് അല്ലേ? ആദ്യമായിട്ടല്ല, അല്ല ഒരുമിച്ച് പോരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ലഡാക്ക് പോയപ്പോഴും ലോറി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കൂടെ. വഴിക്ക് വെച്ച് വന്നില്ല, രാജസ്ഥാനിൽ വെച്ച്. അത് കുറച്ച് ദൂരമല്ലേ? കുറച്ച് സമയമുള്ളായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ അല്ലായിരുന്നല്ലോ. അതെ, അങ്ങോട്ട് വരെ പോയി. പിന്നെ അവിടെ നമ്മൾ കുറെ ദിവസം കറങ്ങാൻ നേരം മാത്രം വണ്ടി അവിടെ കിടന്നു. അതെ അതെ. പിന്നെ ലോഡും കിട്ടാൻ ഇച്ചിരി താമസിച്ചു. നമ്മുടെ കറക്കം തീരാറായപ്പോഴത്തേനും ലോഡ് പോയത്. അതെ, കൊൽക്കത്ത 46 കിലോമീറ്റർ, ധൻകുനി 37. ലോറിയെ പോകുന്ന വേറൊരു സുഖം. അതെ അതെ, അത് കാരവനെ പോയാലൊന്നും ആ ഒരു സുഖം വരുന്നില്ല അങ്ങോട്ടല്ലേ. ഞാൻ ഇനി ലോറിയല്ലേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു കുറെ ദിവസം റെസ്റ്റ് ആണോ? റെസ്റ്റ് ഇൻ പീസ്. അതെ, കടിഞ്ഞൂലാണോ? അതിന്റെ ബാക്കി വേറെന്തോ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കടിഞ്ഞൂലാന്ന് പറഞ്ഞില്ലേ? സാറിന് കടിഞ്ഞൂല് കൂട്ടിയ ഒരു സംഭവം ഉണ്ട്, നാട്ടുകാർക്ക് അറിയാം, ഞാൻ പറയുന്നില്ല. ഇല്ല, നിർത്തി അപമാനിക്കുന്നത് ശരിയല്ലോ. ഇതിലും ഭേദം അല്ലേ? ഞാൻ പറഞ്ഞല്ലേ, അവൻ തന്നെ പറഞ്ഞല്ലേ കടിഞ്ഞൂലെന്ന്. ഞാനും പറഞ്ഞിട്ടില്ല. നിർത്തി അങ്ങ് അപമാനിക്കുക അല്ലേ? ഇത്രയും ദിവസത്തെ എണ്ണയിട്ടുള്ള കുളിയും 4 നേരം മൃഷ്ടാനും എല്ലാം ഒറ്റ നിമിഷം കഴിച്ചിരിക്കുന്നു. ഇല്ല, ഇച്ചിരി ഗ്ലാമർ ആയിട്ടുണ്ടല്ലേ അവന്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ട്രിപ്പ് രതീഷ് ഞാൻ ഒരു ശുപാർശയായിട്ട് വരുവാ. ഈ ട്രിപ്പ് വണ്ടിയിൽ ഇറക്കി വിടണം. എന്താ അറിയോ, ഈ ട്രിപ്പ് പോയി 3-4 പെണ്ണും കണ്ടു ഏതെങ്കിലും ഓർമ്മ ശരിയായിരിക്കും. അതെ, ഭാവി ശോഭനമാകും. കല്യാണത്തിന് വിളിക്കുകയല്ല എന്നാലും. എന്ന് പറഞ്ഞാലേ 3-4 നേരം ഫുഡ് മൃഷ്ടാന ഭോജനമായിട്ട് പിന്നെ ഉറക്കവും. ഇല്ലത്തെ പോലെ ഇറങ്ങിയിട്ടില്ല. ഇത്ര വലിയ ഇല്ലത്തെ ഒരു മദ്യത്തിലെ എടുക്കാനില്ലെന്ന് പറഞ്ഞു. ആകാശേ, നീ വരണ്ടായിരുന്നു കേട്ടോ. നേപ്പാളും ഭൂട്ടാനും ഒക്കെ പോയില്ലേ, നീ അത് വരുന്നില്ലെന്ന് പറഞ്ഞോണ്ട് എന്ത് നഷ്ടമായി ഉണ്ടായത്? പക്ഷെ ഇതിനകത്ത് ഏറ്റവും പണ്ടനാരാ? അതിനെ കണ്ടല്ലോ. അതൊന്നും ഇതാണോ? അന്നേരം സ്ഥലങ്ങള് പോയി കാണാൻ പറ്റിയില്ലേ? ഈ ഫോണിൽ ഇരുന്നിട്ട് ഞാൻ ഈ സ്ഥലങ്ങളെല്ലാം കാണുന്നതാണോ? നിങ്ങൾ ആ ചെളിക്കാറുണ്ട് നടന്നു കയറി. അത് ശരിയാ, അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അല്ലേ? കണ്ണട്ടയുടെ കടി. പിന്നെ സമയം കറക്റ്റ് ആയിട്ട് കമന്റ് എടുത്ത് നോക്കി വായിച്ച് അങ്ങനല്ല, എല്ലാരും കമന്റ് ഇട്ടോ എന്ന് ശ്രദ്ധിക്കുക. ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കുന്നതല്ലേ, പറഞ്ഞ എല്ലാരും ഇട്ടോന്ന് നോക്കണമല്ലോ. അതെ. ഇല്ല, ആകാശ് ഇല്ലാത്ത വീഡിയോക്കകത്ത് ആകാശിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, എന്നാ കൊണ്ടുപോകാത്തെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി ലോറിയല് ലോഡ് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. നമ്മുടെ ക്യാബിൻ അടിപൊളിയാ. അപ്പൊ അതുകൊണ്ട് നല്ല അത് നല്ല ഹൈറ്റിൽ ഇരുന്നുള്ള കാഴ്ച. ഒരു ടോയ്ലറ്റും കൂടെ പിടിപ്പിക്കാൻ പറ്റും. ടോയ്ലറ്റ് കൂടെ പിടിപ്പിച്ചല്ലേ അല്ലേ? പിന്നെ കിച്ചൺ വെളിയിലല്ലാതെ അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിന്ന് ലോറിയുടെ കുക്കിംഗ് ചെയ്താലോ? ലോറിയുടെ കിച്ചണിൽ കുക്കിംഗ് ചെയ്താലോ? ലോറിയുടെ തണല് കിട്ടുവാണെങ്കിൽ നോക്കാം അല്ലേ? തണലെടുത്ത് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. പക്ഷെ വെളിയിലുണ്ടല്ലോ, നമ്മളിപ്പോ തണുപ്പെന്ന് വന്നതുകൊണ്ടും കൂടെ വെളി നല്ല ചൂടാ, നല്ല ആവിയാ, നല്ല കാറ്റും. ആവിയും കാറ്റും ഉണ്ട്. നല്ല കാറ്റാ, ഭയങ്കര കാറ്റാണെങ്കിൽ വെളി വെച്ച് കുക്കിങ് പാടാ.
പിന്നെ ലോറിക്കകത്തായതുകൊണ്ട് അതും കുക്ക് ചെയ്യാം. അതെ, കാരവനയിലാണേലേ പുറത്ത് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ കാറ്റാണ് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിലെ NH-19 കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 19 ഒക്കെ ഓടിത്തന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ 16 കയറും. ലോറി ബിരിയാണി വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ അരുണാചൽ പോയപ്പോഴേ വെച്ചു. നമുക്ക് ഇന്ന് ഉണ്ണിച്ചേട്ടന്റെ കുക്കിംഗ് ബിരിയാണി. ബിരിയാണി നോക്കട്ടെ, അങ്ങോട്ട് ചിക്കനോ എല്ലാം കിട്ടുകയാണെങ്കിൽ മേടിച്ച് ബിരിയാണി വെച്ചേക്കാം. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്ന് തുടങ്ങി വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള ദങ്കുനി വരെയാണ് NH-19. ഏകദേശം 1300 കിലോമീറ്റർ ഉണ്ട് ഈ ഹൈവേയുടെ നീളം. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നീ 4 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഈ ഹൈവേ പോകുന്നത്. അപ്പോൾ നമ്മൾ കൊൽക്കത്തയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്ത സിറ്റി പോകുന്നുണ്ടോ? സിറ്റി പോവല്ല, ഔട്ടറിൽ കൂടെ പോവുള്ളൂ. സിറ്റിയിലെ പകല് ലോറിയും കൊണ്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല. ആ സൈഡിലെല്ലാം എന്ത് ലോറികളാണ് കിടക്കുന്നതെന്ന് നോക്കിയാൽ, എല്ലാം ലോഡ് ഇറക്കിയിട്ട് കിടക്കുന്നുണ്ട്. സിമെന്റ് എവിടുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു. ഇതുണ്ട് നല്ല അടിപൊളി മണല്, ആറ്റുമണൽ. ഹൂഗ്ലി നദിയിലെ മണലാണോ? ആയിരിക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ എന്ത് വണ്ടികൾ, ഇതെല്ലാം മണലും മെറ്റലും ആണോ? മണല് മെറ്റല് വണ്ടികളാണ് ഈ കിടക്കുന്ന മൊത്തം. ഇതൊക്കെ ഇവിടെ മാർക്കറ്റ് ഉണ്ടായിരിക്കും. കണ്ടോ, എല്ലാം മണൽ വണ്ടികളാണ്. ആ, എന്തായാലും വണ്ടികളാന്ന് നോക്കി. അപ്പൊ ഇത് ഇവിടുന്ന് ആവശ്യക്കാർ വന്ന് ഇവിടുന്ന് വില പറഞ്ഞ് എടുത്തോണ്ട് പോവായിരിക്കും. അതാ ഇങ്ങനെ വണ്ടികളെല്ലാം ഇവിടെ ഇട്ടേക്കുന്നത്. കണ്ടോ, അത് ടോളൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോവാം. ടോളിലൊന്നും ഒരു തിരക്കുമില്ല. വെൽക്കം ടു ദൻകുനി ടോൾ. അപ്പോൾ NH-19 തീരാറായി. നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് NH-16 കയറും. കൊൽക്കത്ത, ഖരഗ്പൂർ. കൊൽക്കത്തയിലേക്ക് പോകണേ ആ വഴി പോകണം. നമ്മൾ ഖരഗ്പൂരാണ് പോകുന്നത്. ടൗണിൻ്റെ ഔട്ടറാ. ടൗണിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. ആ പാലം ഈയിടെ ഓപ്പൺ ആയതാണ്, 2 പാലം. നേരത്തെ ഇതിലായിരുന്നു അങ്ങോട്ട് കയറിക്കൊണ്ട്. അപ്പോൾ നമ്മൾ NH-19 നിന്ന് ഇറങ്ങി NH-16 കയറി. ചെന്നൈ 1665 കിലോമീറ്ററാണ്. ചെന്നൈ കൊൽക്കത്ത ഹൈവേ NH-16. ഇവിടുത്തെ ലോക്കൽ ബസ്സാണ്. കൊൽക്കത്ത ടൗണിലേക്ക് നമ്മൾ ഈ ഹൈവേയുടെ ലെഫ്റ്റിലേക്ക് കുറച്ച് ദൂരം പോയാൽ മതി. വെസ്റ്റ് ബംഗാളിന്റെ തലസ്ഥാനമാണ് കൊൽക്കത്ത. ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ് ഉണ്ടോ? നല്ല അടിപൊളി ബസ്സാ, കാണാൻ നല്ലതാ. ഫ്രണ്ടിലേക്കൊക്കെ എന്നാ നീളമാണ്. ഇതിവിടുത്തെ ലോക്കൽ ബസ്സുകളാണ്, ഷട്ടിൽ സർവീസ്. ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് കൊൽക്കത്ത അറിയപ്പെടുന്നത്. ഹൗറ ലെഫ്റ്റിലേക്ക് നമ്മൾ നേരെ പോകും. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി അല്ലേ കുഞ്ഞിക്കിളി? ഇന്ത്യയുടെ ക്യാപിറ്റല് ഡൽഹിയാണ്, അതായത് തലസ്ഥാനം. സാംസ്കാരിക തലസ്ഥാനമാണ് കൽക്കത്ത, അതായത് കൾച്ചറൽ ക്യാപിറ്റൽ. ഇവിടെ കല, സാഹിത്യം, സംഗീതം, സിനിമ എന്നിവയ്ക്കൊക്കെ കൊൽക്കത്ത ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വേറെ ഇതൊന്നും ഇല്ല, ഇങ്ങനെ നാഷണൽ പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. പാർക്കൊക്കെ ഉണ്ട്. ടൗണിലേക്ക് കയറിപ്പോണം, കുറച്ചങ്ങ് പോയാൽ മതി. ഇങ്ങനെ താജ്മഹൽ പോലെ അങ്ങനെയൊന്നും ഇല്ല. താജ്മഹൽ പോലെ അവിടെ അങ്ങനത്തെ വേറെ അങ്ങനത്തെ ഇതെല്ലാം ഇവിടുത്തെ ലോക്കൽ ബസ്സുകളാണ്, ലോക്കൽ ഓടുന്ന വണ്ടികളാണ്. ചെറിയൊരു നാടൻ മാർക്കറ്റ്. അവര് വല്ല പച്ചക്കറിയൊക്കെ മേടിക്കും ഇവിടെ വന്ന്. അവരോട് മേടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ട്, ഈ കൊട്ടയ്ക്ക് തന്നെ പോവാണോ? അതെന്നാണ്. അതെ, സിഗ്നൽ ഓണായി. ഈ കാർ എന്ന് മുന്നിലത്തെ കാറിന്റെ പുറകിൽ ഇടിച്ചിട്ടുണ്ട്. ചെറിയ പ്രശ്നമാണ്, അവർ മാറ്റി നിർത്തുമായിരിക്കും. ഇത് ജാർഖണ്ഡ് വണ്ടിയാണ്, മറ്റേ ബംഗാൾ വണ്ടിയായിരിക്കാം. അവര് കോംപ്രമൈസ് ആയെന്ന് തോന്നുന്നു. അവര് നേരെ പോയി, ചെറുതായിട്ട് അങ്ങോട്ട് തെറ്റുള്ളൂ, വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. 139 വർഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത. എത്ര വർഷം ഇവിടെ ഭരിച്ചല്ലേ അവര്. അത് കഴിഞ്ഞ പിന്നെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറുന്നത്. പിന്നെ ബ്രിട്ടീഷുകാരുടെ സമ്മർ ക്യാപിറ്റൽ അത് കഴിഞ്ഞ് ഷിംലയായിരുന്നു. ഇവരെല്ലാം അങ്ങനെയുള്ള എല്ലാം സമ്മർ ക്യാപിറ്റലുകളെല്ലാം തണുപ്പുള്ള സ്ഥലങ്ങളിൽ, മലമ്പ്രദേശം. അതെ, ഇവിടെ തന്നെ ഇവിടുന്ന് ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റി തന്നെ ഇവിടുത്തെ ചൂടും പൊടിയും പിന്നെ ഈ ഭയങ്കര മഴക്കാലത്ത് ഭയങ്കര പകർച്ചവ്യാധികളും വെള്ളപ്പൊക്കവും ഉണ്ടാവുമല്ലോ ഹൂഗ്ലി നദിയിലൊക്കെ. അങ്ങനെ ഇവിടുന്ന് ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റുന്നത്. ഈ ബസ്സിൽ എഴുതി വെച്ചോ, എമർജൻസി ഗേറ്റ്, ഡൺലോ പഞ്ച്ല, പൈലറ്റ്. അത് ഇവിടുത്തെ ഷട്ടിൽ സർവീസാ. 2 സ്ഥലങ്ങളുടെ പേരാ അത്, ഡൺലപ്പ് എന്നും പഞ്ച്ല എന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് സൈഡിൽ എഴുതിയേക്കുന്ന കാണുമ്പോൾ ഓർക്കും ബസ്സിന്റെ പേരായിരിക്കും. അതെ അതെ. ഫ്രണ്ടിൽ പോയ വണ്ടിയുടെ ടയർ പൊട്ടി, ആ റൈറ്റ് സൈഡിൽ പോകുന്നത് പടക്കം പൊട്ടുന്നതില് കേട്ട്. അതെ, ഒതുക്കി. ബാക്കിലെ വെളിയിലത്തെ ടയറാ. അത് നല്ല ലോഡ് കേട്ടോ, സിമെന്റ് ലോഡാ. വെളിയിൽ കിടന്ന ടയറാ പൊട്ടിയത്.
അത് കൂടുതൽ ഓടിയാൽ അടുത്ത ടയറോടെ പോകും. നീ എവിടെയെങ്കിലും ഇടയുള്ളിടത്ത് വേണ്ടേ ഒതുക്കാൻ. നീം ദിഹി സ്ഥലപ്പേരാട്ടോ ഈ സ്ഥലപ്പേര്. ഇതേ പുരുഷോത്തം പോന്നു. പുരുഷോത്തം നമ്മുടെ അവിടുത്തെ പുരുഷോത്തമൻ എന്നുള്ളതിന്റെ ഷോർട്ടാ പുരുഷോത്തം. അതെ, പേര് സാമ്യമുണ്ട്. ബസ്സിലൊക്കെ എന്നാ പെയിന്റിങ്സ് ആണെന്ന് നോക്കി. പക്ഷെ ഇത് സ്റ്റിക്കർ ആയിരിക്കും കേട്ടോ. ഈ സൈഡ് മൊത്തം ഗ്യാസ് വണ്ടികളാ. ഞാൻ രാവിലെ 66ന്റെ കല്ല് കുത്തിയായിരുന്നേ. എന്നിട്ട് ഞാൻ കണ്ടില്ലോ. അത് ഞാനും ആകാശേട്ടനായിരുന്നു. എനിക്ക് 230. 240? 5 രൂപ വെച്ചിട്ടാ ഒരു കല്ലിന്. അപ്പൊ 5 രൂപ വെച്ച് ഒരു കല്ലിനാണ് എത്ര കല്ല് എടുത്താലാ? ഇന്ന് കൊറേ ഉണ്ടായിരുന്നു. 66 ഇന്നലെ രാത്രി നമ്മുടെ കൂടെ എത്തിയതാണ്. രാത്രി ഞാനെല്ലാം കിടന്നു കഴിഞ്ഞാ വന്നേ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണിച്ചാൻ്റെ വക ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ട് ഒരിടത്ത് വണ്ടിയൊക്കെ ഒതുക്കി. അപ്പം ഞങ്ങളിവിടെ ഞാൻ ഇച്ചിരി പുതിനയിലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. പുറത്തവിടെ പൊരിഞ്ഞ സവോള പൊളിക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മതിയോ അറിയാം? ഒരു കുഴപ്പമില്ല, ഒരു മില്ലിമീറ്ററിന് വ്യത്യാസമില്ല. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മതിയോന്ന് എന്നോട്. നമ്മൾ വല്ലപ്പോഴും ഉള്ള അഭ്യാസം. ഒരാള് ഇഞ്ചിയുടെ തൊലി പൊളിക്കുന്നു, ഒരാളതെ മാങ്ങ ചെത്തുന്നു. മെയിൻ കുക്കേ ഇപ്പൊ എന്നെ ഏൽപ്പിച്ചതെല്ലാം കൂടെ എങ്ങനെയുണ്ട്? മാംഗോക്ക് ഇവിടെ നിന്ന് പറഞ്ഞു തരുവേ ഉള്ളൂ അല്ലേ? ആരോട് പറയാനാ? എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കെന്നൊക്കെ പറയുമ്പോഴേ ഒരു വിലയില്ല. വിലയില്ലേ? പിന്നെ കുക്കുമാർക്ക് നല്ല വിലയാ. അതെ, ഇവരൊക്കെ മെയിൻ കുക്കല്ലേ. രാജാവിന്റെ കീഴ ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു. നമ്മളൊക്കെ എന്നാ പറയുന്നത്, കണ്ണൂറ്റം കൊണ്ട് രാമായണം വായിക്കാന്ന് പറഞ്ഞ പരിപാടി. രാമായണം വായിക്കാൻ അറിയത്തില്ല. പിന്നെ ഒരു വലത്തിന്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അതാണ് സ്ഥിരം ചെയ്യുന്ന പരിപാടിയില്ലേ. ഞാൻ ബിരിയാണിയിൽ വല്ല എക്സ്പെർട്ട് ഒന്നും അല്ല. പിന്നെ രാവുത്തർ ബിരിയാണിയുടെ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കണോ? അതും പരീക്ഷിച്ച് നോക്കിയതാ. അപ്പൊ സൺഫ്ലവർ ഓയിലിനകത്താ സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്നത്. അത് മേടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇന്ന് നമ്മളിന്ന് വെളിച്ചെണ്ണയ്ക്കകത്താ ഇപ്പം സവാള വറക്കാൻ പോവാം. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്കകത്തും നെയ്ക്കകത്തും കൂടെ ചേർത്തിട്ടാണ് നമ്മളിന്ന് സവാള വറുത്തെടുക്കുന്നത്. നമ്മൾ കുറച്ച് ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനം എടുത്ത് അരച്ചതാണ്. അതായത് മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ചൊരു പേസ്റ്റ് പോലെ ആക്കി. അത് കുക്കറിനകത്ത് വേണോ? അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതൊരു 1.5 കിലോ അരിയുണ്ട്. അപ്പോൾ അത് അരിയൊക്കെ കഴുകി കുതിരാനായിട്ട് വെച്ചേക്കുക. നമ്മൾ സവോള ഇതേണ്ട മൂത്തുകൊണ്ടിരിക്കുന്നു. ഇച്ചിരി കൂടെ മൂക്കണം. അപ്പോൾ സവോള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തേക്കാം. സവോള വറുത്ത് പോരാ, നമുക്കിനി ഒരു മാറ്റി വെക്കാം. അതായത് പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തോട്ടേക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കുറച്ച് കാഷ്യൂവും കൂടെ വറുത്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആ മുമ്പേ അരച്ച് ചേർത്തതിനകത്തോട്ട് ഇതൊക്കെ അങ്ങ് ഇടുക. പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി ഇടാം. ഇതിന്റെ അളവ് വല്ലതും ഉണ്ടോ? അളവൊന്നുമില്ല, ഇതെല്ലാം കൈപ്പാങ്ങ. ആണോ? മല്ലിപ്പൊടി. മല്ലിപ്പൊടി. ഇത് കൈപ്പാങ്ങാന്ന് പറഞ്ഞാലേ ഞങ്ങളിത് പഠിക്കണമെങ്കിൽ നിങ്ങൾ അളവ് പറഞ്ഞാലേ പഠിക്കാൻ പറ്റും. ശിഷ്യപ്പെടണം. ഈ കൈപ്പാങ്ങാന്ന് പറഞ്ഞാലേ ഞങ്ങൾ പുതിയതായിട്ട് ഇത് ആൾക്കാർ ഇത് പഠിക്കണമെങ്കിൽ ഇത് എങ്ങനെ കൈപ്പാങ്ങ് ഞങ്ങൾക്ക് ആവും? ശിഷ്യപ്പെടണം. ശിഷ്യപ്പെട്ടിരിക്കുന്നു, പറഞ്ഞു തന്നോളുക. അതായത് ഏകദേശം നമുക്ക് നീ ചിക്കൻ കറി വെക്കുമ്പോഴത്തെ ഒരു രീതി ഉണ്ടല്ലോ, മുളക് പൊടിയൊക്കെ ഇടുന്നത്, അതേ അളവ് തന്നെയാണ്. അല്ലാതെ പ്രത്യേകം ബിരിയാണിക്ക് അങ്ങനെ പ്രത്യേകം ഒന്നുമില്ല. ഇത് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഇതിടുവാണേ. ഉപ്പിട്ട് കൊടുത്തായിരുന്നു അല്ലേ? കുറച്ച് സവോള എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് അലങ്കോലപ്പണി നടത്തണ്ടേ? അലങ്കാരപ്പണി. ആയിക്കോട്ടെ. കുറച്ച് ഗരം മസാലയും കൂടെ ലാസ്റ്റ് കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇട്ടു. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം കൂടെ അതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ചില തൈരോട് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെ, ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ടോളാൻ പോലായിരുന്നോ? നമുക്ക് എന്നാ അറിയാം, നല്ല പീസ് എടുത്തിട്ട് ബാക്കി പീസ് കറിയോ എണ്ണയിലൊക്കെ പിന്നെ ആക്കാലോ. ആണോ? ബിരിയാണി പീസ് മാത്രം ഇട്ടാൽ ബിരിയാണി പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ? കരളൊന്നും ഇടണ്ടല്ലേ? വേണ്ട. കരള് ബിരിയാണിക്കകത്ത് ഇടുമോ? ചോദിച്ചല്ലേ. ബിരിയാണി വെക്കുന്ന മെയിൻ പാർട്ടികൾ ചിക്കനൊക്കെ മാരിനേറ്റ് വെച്ചിട്ട് സ്ഥലം വിട്ടു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളോട് നോക്കാം. ഇനി അരി വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് കുക്കറിനകത്തേക്ക് വെള്ളമൊക്കെ വെച്ചു. അതിനകത്തേക്ക് കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറുവാപ്പട്ടയും ഗ്രാമ്പും തക്കോലവും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ജാതിപത്രി എല്ലാം കൂടെ. ഇനി അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പുമൊക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വെട്ടി തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളത്തിനകത്ത് വേവിച്ചിട്ട് ഊറ്റുകയാണ് ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ നമുക്കിത് പറ്റിച്ചെടുക്കാം. പറ്റിച്ചെടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ അരി വേവിക്കാനായിട്ട്. അല്ല, ഇതൊക്കെ വെക്കുന്നുണ്ടല്ലോ. ഇതിന്റെ പേരെന്നാ ബിരിയാണിയുടെ? ആകാശ് ബിരിയാണി.
എന്നെയല്ലല്ലോ വെക്കുന്നത്. നിന്നെയല്ലേ വെക്കുന്നത്, നിന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക ബിരിയാണി. എന്നാ അറിയോ ഇത് അതിനുള്ള പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനാ മേഘാലയയിലൊക്കെ പോയി ഒരു മാറ്റമായിട്ടല്ലേ വന്നേക്കുന്നത് ശരിക്കും പോയ പോലെയാണോ തിരിച്ചു വന്നല്ലോ. അതിന്റെ സന്തോഷത്തിന് ഈ ഷേപ്പ് അല്ലായിരുന്നല്ലോ പോയപ്പോ. എന്നാ പറയാ ആ മുഖത്തെ ആ ചുളുക്കൊക്കെ അങ്ങ് മാറി. രാവിലെ ദോശയും ചമ്മന്തിയും കൂടെ കിട്ടിയപ്പോ എന്തൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഇവന്റെ പേര് ഡെഡിക്കേറ്റ് ചെയ്യുക ബിരിയാണി. ആകാശ് ഇനി മുതൽ ഇത് ആകാശ് ബിരിയാണി എന്നറിയപ്പെടും. പാളിപ്പോയാലും നല്ലതായാലും ഇല്ല, അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത്. നല്ലതാവുകയാണെങ്കിൽ മാത്രം അവന്റെ പേര്, ചീത്തയായ എന്റെ പേര് കിട്ടും. അല്ല ഉണ്ണിച്ചേട്ടാ, നമ്മുടെ ദോശ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടെങ്കിലേ അവിടെ 3 നേരം നല്ല സുഖ ചാപ്പാടായിരുന്നു. അല്ലെങ്കിൽ ചുളിവൊക്കെ മാറുവോ മുഖത്തെ? അല്ല സുന്ദർ ഇപ്പൊ ഒന്നുകൂടെ ഇപ്പൊ പറയണ ഈ പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ടെന്ന് പറയല്ലേ രീതിയായി പോയി. ഇപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കുക. ഒരു വിസിലേ വെക്കുന്നുള്ളൂ ഇത്. അതെ, അരി ഇടാനുള്ള വെള്ളം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തിളച്ചിട്ടില്ല ഇതുവരെ, തിളക്കാറാവുന്നുള്ളൂ. അതെ, അരിയൊക്കെ ഇട്ടോണം, ഊറ്റിക്കോണം. ഞാൻ പോയി കുടിക്കാൻ പ്രശ്നമില്ല, ധൈര്യമായിട്ട് വെക്കും. എല്ലാം ഇത്രയും ചെയ്തു തന്ന സഹായത്തിന് നന്ദി. അപ്പം ബാക്കിയെല്ലാം ഏറ്റു. അതെ, അപ്പൊ ഇതിന് സലാഡിനുള്ളതാണോ അരിയുന്നത്? അച്ഛമ്മ കൈകാര്യം ചെയ്തോളാം. രാജവാ ആഹാ, കയ്യാള് കൂടെ കൂടെ നിൽക്കണോ? അരിയും കിട്ടും. എന്നാ അറിയോ, സ്വന്തമായിട്ട് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് എന്ത് കിട്ടിയോ അത് ഇവനൂടെ കിട്ടണം. അതിന്റെ എന്നാ അറിയോ, കുറച്ച് ദിവസമായിട്ട് അവനൊരു ചെറിയൊരു മൗനം ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതങ്ങ് മാറ്റിയെടുത്തേക്കാതെ കരുതിയ. അല്ല അതെന്നാന്നറിയാലോ. എന്നാന്ന് ഞാൻ പറയല, എനിക്കും രതീഷിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. അരി വെന്തിട്ടുണ്ട് ഏകദേശം. നമുക്ക് ഞാൻ ഒന്ന് വാർക്കാം. ഞാനാണോ വാർക്കുന്നത്? ചിക്കൻ വേവുന്നു. ഒരു വിസിൽ വന്നാൽ മതിയോ? മതി. ആ, ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. വെച്ച മല്ലിയിലിടാം. അതൊക്കെ അന്നേരം മെയിൻ കുക്കാണോ ഇടുന്നത്? അതെന്നാ പറയാ, പ്രാർത്ഥിച്ചിടണം. ആണോ? എന്ത് വന്നാലും ഈ നെഞ്ചത്തോട്ട് വേണം വാങ്ങാൻ. അതാരും പറയത്തില്ല. കണക്കിന്റെ ഒന്നുമല്ല, പേടിച്ചിട്ടാ. ചിക്കനൊക്കെ നല്ലപോലെ വെന്തല്ലേ? ഇതിനകത്തോടെ കുറച്ച് നെയ്യ് നമ്മൾ ഒഴിക്കുവാണേ. കുറച്ചുകൂടെ ഒഴിച്ചു. ഏത് കുക്കറിനകത്ത് ചുമ്മാ ഒഴിക്കണം? ആ, നമ്മൾ ദം ചെയ്യാൻ വേണ്ടിട്ടാ. ദം നമ്മുടെ ഒരു സൗകര്യം വെച്ചേ ചെയ്യുന്നുള്ളൂ. ശരിക്കും ചെയ്യുന്ന ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. കുറച്ചുകൂടെ ഇട്ടു. കുറച്ച് ഗ്രേവിയും ചിക്കനോട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ. രണ്ട് കയ്യാളുകളല്ലേ? നാട്ടുകാരെല്ലാം കൂടെ എന്നെ നിർത്തിപ്പരിപ്പിക്കാനുള്ള പരിപാടി നടത്തുവാണോ? നമ്മള് വീട്ടിലുണ്ടാക്കുന്ന കേട്ടോ, അല്ലല്ല, വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്വാതന്ത്ര്യമല്ല, വിശാലമായ ക്യാൻവാസ് അല്ലല്ലോ, ചെറിയൊരു അടുക്കള വെച്ചത്. അതെ, കേട്ടോ. ഞാൻ ഗ്രേവി ലെഗ് പീസ് ഇവിടെ രണ്ടുപേരും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുഞ്ഞിക്കളി, ഒന്ന് താമരക്കുട്ടി. നമ്മൾ പുതിനയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ആശാന്റെ കൈക്ക് ഇടുള്ളൂ. കുറച്ചവിടെ ഇരിക്കണം, ആവശ്യം. അമ്പലത്തിലൊക്കെ മന്ത്രി ചെയ്യുന്ന പോലെയാണല്ലോ, പൂജ പോലെ. ഓക്കെ, ഞാൻ അടച്ചോ. ചെറുതായിട്ട് ദം ചെയ്യാനുള്ള സൗകര്യം ഇച്ചിരി ഞാൻ തീക്കകത്തൊന്ന് വെക്കും, ഒന്നും ആവി വരാൻ വേണ്ടിയിട്ട്. തീ കണ്ണിലെ തന്നെ വെച്ചോ. ആ, വിസിലൊന്നും വെക്കണ്ട എന്റെ പൊന്നെ, ഇപ്പം എടുക്കും. ഒരു എന്നാ പറയുന്നത്, ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് വെച്ചെന്നേ ഉള്ളൂ, പേടിക്കണ്ട. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് പൊട്ടിച്ചേക്കാം. പൊട്ടിക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിന് പേരിട്ടായിരുന്നല്ലോ ആകാശ് ബിരിയാണി. തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പരസ്യം കിട്ടുക, ആകാശ് ബിരിയാണി, കുളന്ത കൊട്ടാരം വരെ ചാപ്പിടും ബിരിയാണി, ആകാശ് ബിരിയാണി. ഇതുകൊണ്ട് അവൻ്റെ ആ മുഖത്തെ. അപ്പോൾ ഇത് നമ്മുടെ സലാഡൂടെ റെഡി ആയിട്ടുണ്ട്. കുക്കുംബറും തക്കാളിക്കായിട്ട് സിമ്പിൾ സലാഡ്. നമുക്ക് ബിരിയാണി വിളമ്പിയേക്കാം അല്ലേ? ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് എവിടെയാണോ ഞാൻ ലെഗ് പീസ് തപ്പി എടുക്കേണ്ടത്? അതെല്ലാം താഴെ ഇട്ടേക്കുക, ഏറ്റവും അടിയിൽ ഇട്ടേക്കുക. അപ്പം ഉണ്ണിയുടെ സ്പെഷ്യൽ ബിരിയാണിയാണിത്. ബിരിയാണി കൊള്ളാം കേട്ടോ. നല്ല ബിരിയാണിയാ അല്ലേ? നല്ല ബിരിയാണി അല്ലേ? ആ, അതാണോ കൊച്ചു പറഞ്ഞു.
സൂപ്പറാ ഉണ്ണി ഞാനേ നിങ്ങൾ ആരുമല്ല അവള് ഇവിടെ പറയണ്ടേ. ബിരിയാണിയുടെ മെയിൻ ആള്. മെയിൻ ആൾ അവളാ. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ അവിടെ കിട്ടുന്ന ബ്രോയിലർ കോഴിയേക്കാളും നല്ലതാണ്. ആണോ? ഒരു ഈടുണ്ട് കോഴിക്ക്. അപ്പൊ എല്ലാരും ബിരിയാണിയൊക്കെ കഴിച്ചു. ഇനി നമുക്ക് പോയേക്കാം. അങ്ങോട്ടാ പോണ്ടത്. ആ ആ വണ്ടി തിരിച്ചിട്ടെന്നുള്ളതേ ഉള്ളൂ. അങ്ങോട്ടാ പോണ്ടേ കേട്ടോ. വണ്ടിയെ മുഴുവൻ ചെളിയാ. എന്ത് ചെളിയാന്ന് നോക്കിയേ. ഭയങ്കര ചെളിയാ. വണ്ടി ഒന്ന് കഴുകണം. നാളെ എങ്ങാനും കഴുകാം. ചൂടാ, അസാധ്യ ചൂടാ. അയ്യോ നല്ല ചൂടാ. എന്നെ ഇറക്കി വിടുവാണോ? ഇറക്കി വിടുന്നില്ല, അപ്പുറത്തൂടെ പോയി കയറിയോ. നിങ്ങളി അങ്ങോട്ട് നോക്കി. അതുകൊണ്ടോ ട്രെയിൻ പോകുന്നുണ്ടോ? ഗുഡ്സ് ട്രെയിനാ. കണ്ടെയ്നർ വണ്ടിയാ. കണ്ടെയ്നർ ലോറി അല്ലേ? അതിന്റെ ആ ബോക്സ് ഇല്ലേ, അതിനാ കണ്ടെയ്നർ എന്ന് പറയുന്നത്. അതാ അതുപോലുള്ള ലോറിയിലുള്ളതിനും കണ്ടെയ്നർ എന്ന് പറയും. ഇതും കണ്ടെയ്നർ എന്ന് പറയും. ബോക്സ് അല്ലേ ബാഗിലേക്കുള്ള. നമ്മുടെ ബോഡി ഓപ്പൺ അല്ലേ. അതെ, അതിനും കണ്ടെയ്നർ എന്ന് പറയും, ഇതിന് ഓപ്പൺ ബോഡി എന്ന് പറയും. ഓരോന്നിനും ഓരോ പേര്. ഇതൊരു വാഴക്കൊലയാണോ പോന്നെ? വാഴക്കൊലയോടായിരിക്കും. അത് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിട്ടാ അങ്ങനെ അതിന്റെ വാഴയിലെല്ലാം വെച്ചേക്കുന്നത്. വേറെ എന്തോ ആണെന്ന് തോന്നുന്നു. വേറെ എന്തോ ആണോ? ചിലപ്പോ ലിച്ചിയോ അതുപോലുള്ള എന്തെങ്കിലും അതോ മാങ്ങയാണോ? ഭയങ്കര ചൂടല്ലേ. ബിരിയാണി വെക്കാൻ നിന്നേ നല്ല സമയം പോയി. അതെ അതെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒഡീഷ കയറിയാനെ. ചോറും കറിയാണ് ഇത്രയും താമസമില്ല. സ്പെഷ്യൽ അല്ലായിരുന്നു ഇത്രയും ദിവസം? ചിക്കന്, മട്ടന്, എന്തൊക്കെയായിരുന്നു? കഞ്ഞിയല്ലേ? ചോറ്. അയ്യോ കഞ്ഞി. ചോറും കഞ്ഞിയും വേറെ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കി അല്ലാതെ. കറി എന്നാ വെച്ചെന്ന് പറഞ്ഞാലും കഞ്ഞിയല്ലേ ഉള്ളത്. കഞ്ഞിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നല്ലോ. അതെ അതെ. അതെന്നാന്നറിയോ, ഈ പ്രാവശ്യമേ വലിയ ടേസ്റ്റ് തോന്നുന്നേ നമ്മളെന്നും വെച്ച് കഴിക്കല്ലായിരുന്നോ? വീട്ടിലത്തെ പോലെ തന്നെ ഫുഡായിരുന്നു. അതാ നമ്മുടെ പല വീഡിയോയുടെ അടിയിലെ കമന്റ് ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങള് പൈസ ലാഭിക്കാൻ വേണ്ടിയാ ഇങ്ങനെ വെച്ച് കഴിക്കുന്നത്, അവിടുത്തെ ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. അതെന്നറിയോ, ഈ കമന്റ് ഇടുന്നവർക്ക് കമന്റ് എഴുതി ഇട്ടാ പോരെ? അനുഭവിക്കുന്നത് നമ്മളല്ലേ. കടയിൽ നിന്ന് പോയി കഴിച്ചിട്ട് വണ്ടി ഇതുപോലെ നമ്മൾ ഇതുപോലെ യാത്ര ചെയ്യുന്നിടത്തേ നമ്മൾ ഒരു ട്രിപ്പ് പോയ ഒരു മാസം കഴിഞ്ഞാൽ മിക്കവാറും വരുന്നേ. അത്ര ദിവസം കടയിൽ നിന്ന് കഴിക്കാനാലത്തെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കി. വേണ്ട, ഞങ്ങൾ ലഡാക്കിന് പണ്ട് സ്റ്റൗ എടുക്കാതെ പോയതിന്റെ ഇപ്പോഴും ഓർമ്മയിലുണ്ട് മനസ്സില്. എണ്ടവറും കൊണ്ട് പോയേ ഒരു നേരം. 23 ഒരു നേരം കടയിൽ നിന്ന് കഴിക്കാം. കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സ്ഥിരം എങ്ങനെ കഴിക്കും? ഭയങ്കര ബുദ്ധിമുട്ടാ. 1-2 ദിവസമൊക്കെ നമുക്ക് കഴിക്കാം. നമ്മൾ ഇത്രയും ദിവസം പോകുമ്പോ വലിയ പാടാ. ടോയ്ലറ്റ് ഉണ്ട്, എന്നാലും വേറെ കുഴപ്പമുണ്ട്. നമ്മുടെ ആരോഗ്യം കൂടെ പോവല്ലേ. പിന്നെന്താന്ന് ചോദിച്ചാൽ വേറൊരു കാര്യമുണ്ട് അതിനകത്ത്. നമ്മളെ ഈ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും പ്രത്യേകിച്ച് വ്ലോഗ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ശ്രദ്ധിക്കും. അപ്പം പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ഹൈവേ സൈഡിൽ കാണുന്ന കടകളിലൊക്കെയും എങ്ങനെ ഇത് ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കാത്തത്. അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം എന്നാണെന്നറിയോ, നോർത്ത് ഈസ്റ്റ് ചെല്ലുമ്പോ ചില കടകളിൽ ചെല്ലുമ്പോ നമുക്ക് പേപ്പറിനകത്ത് പൂരിയോ അല്ല, നോർത്ത് ഈസ്റ്റിൽ തന്നെയൊന്നുമല്ല, അത് ഒഡീഷയിലൊക്കെ പോലും ഉണ്ട്. ഞങ്ങൾ ആ സാമ്പൽപൂരി പോയപ്പം അവിടെ പൂരി ചുമ്മാ നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് കൊണ്ട് പൂരി കൊണ്ട് തരിക. ചെറിയൊരു പാത്രത്തിൽ പ്ലാസ്റ്റിക്കിന്റെ അതും ഒരു പേപ്പർ പോലുള്ള ഒരു സാധനത്തിനകത്ത് കറിയും തരും. അപ്പൊ അതൊക്കെ കാണുമ്പോഴും ആൾക്കാർ പറയും അതിനകത്ത് കഴിക്കരുത്, ഈ പ്രശ്നമാണെന്ന് പറയും. പക്ഷെ ആ സ്ഥലത്ത് അതേ കിട്ടത്തുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിലൊക്കെ ഭേദം പട്ടിണി ഇരുന്നാലും ഇല്ലെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ശകലം ഉണ്ടാക്കി കഴിച്ചാലും കഞ്ഞിയോ ഇനി ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി ഗോതമ്പുണ്ടെങ്കിൽ അത് കലക്കി ഒരു ദോശ ഇട്ടാലും അതും മതി. അപ്പം നമ്മൾ കഴിക്കണമെന്ന് എന്താണെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കുറച്ചെങ്കിലും ഒരു ഇത് കൊടുക്കണം. ഇതിന്റെയൊക്കെ വില അറിയണമെങ്കിൽ നമ്മളൊരു 10 ദിവസം വെളിയിൽ നിന്ന് കഴിക്കുക. ഇച്ചിരി കഞ്ഞി എടുത്ത് കുടിക്കുക. അപ്പൊ ഈ എല്ലാവരും ഓർക്കുന്നത് നമ്മളിപ്പം ഒരു ടൂർ പോകാന്ന് പറയുമ്പം വെളിയിൽ നിന്ന് പോയി നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കുഞ്ഞിക്കിളി അന്ന് പിന്നെ നമ്മള് മേഘാലയയിലേക്ക് ആദ്യം പോയിട്ട്
കാറിന് പോയിട്ട് വന്നിട്ട് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ കഞ്ഞിക്ക് വെച്ചോ? അന്ന് വന്നത് വണ്ടിയിൽ നിന്ന് വന്ന് ലോറിയുടെ അടുത്ത് എത്തി 66-ന്റെ അടുത്ത് എത്തിയപ്പോഴേ പറഞ്ഞത് നമുക്ക് ഇച്ചിരി കഞ്ഞി വെക്കാന്നാ പറഞ്ഞത്. പക്ഷെ കഞ്ഞി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അന്ന് പോയപ്പോഴെല്ലാം നമ്മൾ കടയിൽ നിന്ന് കഴിക്കായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് കഴിക്കും. കടയിൽ നിന്ന് കഴിക്കുന്ന എല്ലാം മോശമാണെന്നല്ല അതിനർത്ഥം. പക്ഷെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അതുമല്ല, എല്ലാ സ്ഥലങ്ങളിലെയും എണ്ണ വ്യത്യാസം, പല പ്രശ്നം. നമുക്ക് പറ്റുന്ന ആഹാരമല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. മസാലയൊക്കെ പ്രശ്നമുണ്ട്. എനിക്ക് കൂടുതലും നമ്മുടെ വീട്ടിലെ ഫുഡ്, ഞാനിപ്പം നാട്ടിലാണേലും വെളിയിൽ നിന്ന് പോയി അധികം അങ്ങനെ കഴിക്കാറേ ഇല്ല. പിന്നെ ഇങ്ങനെ പറയുന്നവരും ഇവർക്ക് ഇതിൻ്റെ യഥാർത്ഥ വശം അറിയാൻ വയ്യാത്ത ആൾക്കാരെ അങ്ങനെയുള്ള കമൻറ്റുകൾ പറയുന്നത്. കടയിൽ നിന്ന് കഴിക്കത്തില്ലേ, അല്ലെങ്കിൽ പിള്ളേർക്ക് കടയിൽ നിന്ന് വല്ലതും മേടിച്ചു കൊടുക്കത്തില്ലേ എന്നൊക്കെ പറയുന്നത്. ഇന്ന് ശരിക്കും നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് 30ാമത്തെ ദിവസമാണ്. ഈ 4 വയസ്സുള്ള ദാമിക്കുട്ടി തൊട്ട് 77 വയസ്സുള്ള അമ്മ വരെ ഉണ്ട്. ആർക്കും ഒരു വിഷയം ഉണ്ടായില്ല. ഉണ്ടോ? ഇല്ല. ഇത്രയും ദിവസം വെളിയിൽ നിന്ന് നമ്മൾ ഇത്രയും യാത്ര ചെയ്തിട്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒന്നുമില്ല. എന്തുകൊണ്ടാ? ആഹാരം വെച്ച് കഴിക്കുന്നുണ്ടാ? പ്രൈവറ്റ് ബസ്സാ എന്നെ പോക്ക വരും. നമ്മളെ ഫുഡ് ഉണ്ടാക്കാൻ നിർത്തിയെടുത്തേ പുറന്ന വണ്ടി പോകുന്നേ, ആ സൈഡിൽ പോലും നിൽക്കത്തില്ല. നിനക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? റെസ്റ്റ് എടുത്ത് മടുത്തായിരിക്കും അല്ലേ? നിങ്ങൾ വരാൻ ഇനിയും താമസിച്ചിരുന്നെങ്കിലേ ഞാനൊരു രാമായണം സെക്കൻഡ് പാർട്ട് എഴുതിയാനെ. ആണോ? ചെതലടിച്ചു. പിന്നെ ചെതൽപുറ്റിനകത്തിരുന്നല്ലേ എഴുതിയിരിക്കുന്നത്. സമയം രാവിലെ എത്ര മണിക്ക് കേൾക്കുമായിരുന്നു? 10 മണി. രാവിലെ ഒരു 8-8:30 ആകുമ്പോ എഴുതും. കാപ്പി കുടിക്കും. എന്നിട്ട് വന്നിരിക്കും. ഫോണിൽ 2 തോണ്ടും. പിന്നെ കുറെ നേരം ഇങ്ങനെ കമന്റ് വായിച്ചിരിക്കും. ബാലൻസ് കമന്റ് ആയതും ആരെങ്കിലും ലേറ്റ് ആയിട്ട് കണ്ടതിന്റെ കമന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നോക്കുമ്പോ അതിനെ കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യും. ബാക്കി കമന്റ് ഇടുന്ന ആൾക്കാർ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 12:30 ആകുമ്പോ ചോറാകും. ചോറ് പോയി 12 ചോറുണ്ട് കഴിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉലാത്തും. പിന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് കിടന്നു ഒന്ന് മയങ്ങും. 3:30 ചായ ഞാൻ കുടിക്കാറില്ല. അതുകൊണ്ട് 4 മണിയുടെ അവിടെ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. അവര് എന്നോട് പറയാ കേരളത്തിലെ സഞ്ജു സാംസൺ അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. അവർക്ക് തെറ്റിദ്ധരിച്ചു. പിള്ളേരെല്ലാം കൂടെ വന്നിട്ട് എന്നെ കൊണ്ട് ക്രിക്കറ്റ് കളിപ്പിച്ച് പന്ത് പേർക്ക് ഞാൻ എടുത്ത്. പിന്നെ അത് കഴിയുമ്പോ ഇതെല്ലാം കറങ്ങി പിടിച്ച് തെണ്ടിത്തിരിഞ്ഞ് വരുമ്പോഴേക്കും 9 മണിയാവും. 9 മണി കഴിയുമ്പോ വീണ്ടും കഞ്ഞി കുടിക്കാൻ സമയമാകും. പിന്നെ കഞ്ഞി കുടിച്ച് ഫോണ് നോക്കി കമന്റ് നാളത്തേക്ക് ഇടാനുള്ളതെല്ലാം നോക്കി അന്നത്തെ വീഡിയോയുടെ എല്ലാം നോക്കി സംസാരിച്ചിട്ട് സമയമാവും. 1 മാസത്തേനുള്ള ഉറക്കം എല്ലാവരും ഉറങ്ങി തീർത്തു. ഉറക്കോ ആദ്യത്തെ 2-3 ദിവസം എനിക്ക് ഉറങ്ങിട്ട് മതിയാകുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഉറക്കം ഇത് തന്നെ മനുഷ്യനൊരു പരിധിയില്ല ഉറങ്ങുന്നതിന്. നല്ല കാലാവസ്ഥയല്ലായിരുന്നോ? മഴയല്ലായിരുന്നോ? കാലാവസ്ഥ മഴ, ചൂട്, തണുപ്പ്, ഭൂമികുലുക്കം. ചൂടില്ലായിരുന്നല്ലോ. ഭൂമികുലുക്കം ഉണ്ടായിരുന്നു. റെക്ടർ സ്കെയിലിൽ എത്ര കാണിച്ചെന്ന് അറിയത്തില്ല. ബുടുബുടുന്ന് സൗണ്ട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത ചോദിച്ചു കഴിയുമ്പോ ഇവിടെ ഭൂമികുലുക്കം ഉള്ളതാ. അതായത് ഈ റോളർ സൈഡിൽ കൂടെ പോകുമ്പോ നമ്മുടെ വീടിന്റെ അവിടെ കിടന്ന് കിടക്കത്തില്ല, അതേപോലത്തെ സൗണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രം വീഡിയോ കണ്ടോണ്ടിരുന്നപ്പോഴേ ഏക സങ്കടം വന്നു പറഞ്ഞ സൂര്യാമ്മയുടെ സജ്ജു ബ്രോയും കൂടെ പോയപ്പോഴാ ഏതാണ്ട് ഒരു ഇത്രയും നേരം ഇതിനകത്ത് ഉണ്ടായിട്ട് പെട്ടെന്ന് ഉത്സവത്തിന് സമയത്ത് ഉത്സവം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന പോലത്തെ ഒരു സെറ്റപ്പായി പോയി. ഒരു മടുപ്പ് ഫീൽ ചെയ്തു എല്ലാരും കൂടെ വന്നു കഴിഞ്ഞു പോയപ്പോ അല്ലേ? അതെ. പൊന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സൂര്യക്ക് കുറച്ച് ദിവസം അവിടെ ഇവിടെ നിൽക്കായിരുന്നു. പൊന്നൂന് അന്നേരം എക്സാം ആയതുകൊണ്ട് പൊന്നു പോയി, അതുകൊണ്ടാ സൂര്യ പോയത്. നമ്മളിപ്പോ ഈ യാത്ര തുടങ്ങിയിട്ട് 1 മാസമായില്ലേ? എന്നാ പെട്ടെന്ന് 1 മാസം പോയത്. കഴിഞ്ഞ കഴിഞ്ഞ ജൂലൈയിലാണ് നമ്മൾ അരുണാചൽ പോയത്. നമ്മള് 3 പേരുടെ ചേട്ടായി മുത്തും ഞാനും കൂടെ 1 വർഷം ആകാറായി അല്ലേ? 1 വർഷം ആകാറായി. നമ്മളെ ഒരു 10 ട്രിപ്പ് പോയിച്ച് വരുമ്പോഴത്തേനും 1 വർഷം തീരുവാ. അതെ. ഒരു ട്രിപ്പ് പോയാൽ 1 മാസം ആകാറല്ലേ വരും. ആകാശ് ഫാൻസ് ഒരുപാട് പേര് പറഞ്ഞു ആകാശിനെ അവിടെ കൊണ്ടുപോയില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. സത്യം പറഞ്ഞ ആകാശിന്റെ ഈ സ്ഥലമൊന്നും കാണാൻ ഒരു താല്പര്യവും ഇല്ല. അത് നമ്മക്കല്ലേ അറിയത്തുള്ളൂ. ഒരിടത്ത് വന്ന വണ്ടിയെന്ന് ഇറങ്ങി വരികയല്ലാത്തവനാ. കണ്ടോ ഇല്ല അതിലൊന്നും സ്ഥലം കാണണമെന്നുള്ള ഒരു വലിയ അങ്ങനെ ഒരു വണ്ടി വിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര മടിയാ. അത് തന്നെ അല്ല, അത് പിന്നെ ചായക്കുണ്ട് കുറച്ചെങ്കിലും സ്ഥലം. പോകാത്ത സ്ഥലമാണെ പോകാനാ. പോയടം വലിയ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല, പോകാത്ത സ്ഥലം. അല്ലാതെ ഈ വണ്ടിയെ വരുന്ന ആർക്കും തന്നെ അങ്ങനെ സ്ഥലം കാണണമെന്നോ അങ്ങനെ ഒരു താല്പര്യമില്ല. അതെന്നാന്നറിയാം, എന്ന് ഇങ്ങനെ യാത്രയല്ലേ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാ നിക്കാൻ പാടില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും.
പിന്നെ ഈ ട്രിപ്പ് ഇപ്പോൾ പറയുകയാണെങ്കിൽ എത്ര ദിവസം നോക്കിയിട്ടാണ് ലോഡ് കിട്ടിയത്. ലോഡ് കുറവായിരുന്നു ഭയങ്കര. അപ്പം ഒരാൾ വണ്ടിയിലുണ്ടായാലേ പറ്റുള്ളൂ. അതുമല്ല ഒന്ന് അവിടെ എല്ലാം യാത്രാ സൗകര്യം ഇല്ലല്ലോ, എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്നൊന്നും ചെല്ലണേ പറ്റത്തില്ല. അപ്പം വണ്ടിയിൽ ഒരാൾ വേണം. ലോഡ് എപ്പോൾ സെറ്റ് ആവുന്നോ അന്നേരം ലോഡ് കയറ്റണം. അല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലോഡ് നോക്കി പിന്നെ ഇവിടെ ചുമ്മാ കിടക്കാൻ പറ്റുമല്ലോ. അതൊക്കെ കൊണ്ട് ഒരാളെ വണ്ടിയെ ഏൽപ്പിച്ചിട്ടും പോയി. പിന്നെ ലോഡ് ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ പോവുകയും ചെയ്തില്ലേ. ഞാനേ ടൂറ് വന്നല്ലോ, നിങ്ങക്ക് ഹണിമൂണോ എന്ന് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് പണിയെടുത്താലേ ഞാൻ നടക്കുള്ളൂ. ആകാശ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ. അപ്പൊ അത് ചേട്ടാ എനിക്ക് സമയമുണ്ടെന്നേ. എനിക്ക് എന്റെ ഭാര്യ ഇതൊക്കെ കഴിയുമ്പോ ഞാനും കറങ്ങാൻ പോവാം. അതെ, എന്റെ സമയം ആകുന്നേ ഉള്ളൂ. എന്റെ ചീട്ട് വരുന്നേ ഉള്ളൂ. അല്ലെ തന്നെ ഇവനെ എവിടെ കറങ്ങാനാ. ഇപ്പൊ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും വന്നു. അതെ അതെ. അല്ല ഞാൻ പറയുവാണേ, ഇനി ഇന്ത്യ വിട്ട് വേറെ എവിടെയെങ്കിലും നോക്കണമെന്നാ ഞാൻ നോക്കുന്നത്. അതെ, അല്ല ഒരുവിധം സ്ഥലങ്ങളെല്ലാം കണ്ടില്ലേ. ഇനിയിപ്പോ ഇവൻ എവിടെ ലഡാക്ക് പോയിട്ടില്ല. പിന്നെ നോർത്ത് ഈസ്റ്റിലെ കുറെ സംസ്ഥാനങ്ങളിലൂടെ പോകാൻ 3 സ്റ്റേറ്റും കൂടെ ഉണ്ട്. സിക്കിം, മണിപ്പൂര്, മിസോറാം. നാഗാലാൻഡ് പോയില്ലല്ലോ. നാഗാലാൻഡ് നമ്മൾ ഫസ്റ്റ് നമ്മളാ പോകുന്നത്. അതാ ബോർഡറിൽ പോയതല്ലേ ഉള്ളൂ, കുറച്ചല്ലേ പോയുള്ളൂ. നാഗാലാൻഡ് തന്നെയല്ല, ഏഴല്ല, കുറച്ചുകൂടെ പോയത്. 10 കിലോമീറ്റർ കണ്ടുപോയി. അരുണാചല് പോയല്ലോ അല്ലേ? അരുണാചല് പോയി, അത് ഫസ്റ്റ് ട്രിപ്പ് നമ്മള് പോയത്. അതാണ് രതീഷേട്ടനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് എടുത്തോണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അവിടുന്ന് ഒരു 10,000 കിലോമീറ്റർ ഇന്ത്യക്ക് ഒരു ഒറ്റ വട്ടം വെപ്പ്. ഓർക്കുന്നുണ്ടോ? ആ ട്രിപ്പ് പോയിട്ട് അകർത്തല പോയേ? അല്ലല്ല, നമ്മൾ അരുണാചൽ ആദ്യം പോയത്. അരുണാചൽ പോയി. ശരിയാ, ഗുജറാത്ത് പോയിട്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇങ്ങനെ വട്ടം വെക്കും? എന്നോട് അപ്പോഴും പറയുന്നുണ്ട് അരുണാചൽ ഇത് ഒത്തിരി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറിന് നമ്മള് ലോഡ് കയറ്റിയാൽ തിരിച്ചു പോവല്ലേ. നല്ല അടിപൊളി മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല ഇടിവാളം മിന്നുന്നുണ്ട് ഇടയ്ക്ക്. മഴ ചാറാൻ തുടങ്ങി. മഴ തകർക്കാൻ പോവാ. ആഹാ, അടിപൊളി മഴ. ഇവിടെയാണേലും എന്തോരം മഴ പെയ്തു. എന്നിട്ട് ഈ പകലെന്നാ ചൂടാ. മഴ പെയ്താലും നല്ല ചൂടാ. വെയിൽ തെളിയുമ്പോ ആവി എന്ന് പറഞ്ഞാൽ വേർക്കല്ലേ കണ്ടതാണ്. ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെ, ഹ്യൂമിഡിറ്റി കൂടുതല. അതെ, എനിക്കൊന്ന് മാമ്പഴമാണോന്ന് സംശയം. മുമ്പേ പോയൊരു വണ്ടിയെ മാമ്പഴമായിരുന്നു. ഇങ്ങോട്ട് നോക്കിയാ നല്ല കാറ്റും ഉണ്ട്. കാറ്റും ഇടിയുണ്ട്, മഴയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒഡീഷയിലെല്ലാം മഴയായിരിക്കും എന്ന് തോന്നി, ഇത് കണ്ടിട്ട്, ലക്ഷണം കണ്ടിട്ട്. ഇങ്ങോട്ട് വന്നപ്പോഴും ഒഡീഷ മഴയല്ലായിരുന്നോ? ഇപ്പൊ ഇനി നമ്മൾ ബംഗാൾ ഓടി തീരാറായല്ലോ. ഇനി കുറച്ചൊരു 100 കിലോമീറ്റർ താഴെ വരെ 80 കിലോമീറ്റർ കൂടെ കാണുള്ളൂ ഒഡീഷ ബോർഡറിലേക്ക്. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് പെയ്തില്ല. ഇവിടോട്ട് പെയ്ത് വരുന്നേ ഉള്ളൂ. അതാ. എത്ര വയസ്സായി കുഞ്ഞിക്കിളിക്ക്? കുഞ്ഞിക്കിളിക്ക് 11 വയസ്സ് ആവുന്നു. 12 വയസ്സില് 25 സംസ്ഥാനം കറങ്ങി അല്ലേ? 24-25 സംസ്ഥാനം കറങ്ങി. 24 പിന്നെ എത്തില്ലേ? ഏതെങ്കിലും പോകാനുള്ള? ഉത്തരാഖണ്ഡ് പോയില്ലെന്ന് തോന്നല്ലേ? ഉത്തരാഖണ്ഡ് പോയില്ല. മണിപ്പൂര്, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, അരുണാചല്, പിന്നെ ആന്ധ്ര, തെലങ്കാന വഴി എത്ര പ്രാവശ്യം പോവാത്ത 4-5 സ്റ്റേറ്റേ കാണുള്ളൂ. ഞാൻ എന്നാ പരിപാടി എന്നറിയോ? മറ്റേ അന്യൻ സിനിമ മറ്റേ റെമോന്റെ സാധനമൊക്കെ ഇങ്ങനെ അടിച്ച് സ്കൂളിൽ നടക്കുക. കുഞ്ഞിക്കളി പോയ സ്ഥലങ്ങളൊക്കെ ഓർത്തിരിക്കണം. അങ്ങനെ മറന്നു പോകാൻ പാടില്ല. ഈ പ്രാവശ്യം എത്ര സംസ്ഥാനം കവർ ചെയ്തു? ഒരു കാര്യം ചെയ്യും, പോയ സംസ്ഥാനങ്ങൾ പറയുന്നതിലും എളുപ്പം ഇനി പോകാനുള്ള പറഞ്ഞാൽ മതി. പോകാത്തത് അതെന്ന് പറഞ്ഞേ. അരുണാചൽ പ്രദേശ്, മിസോറാം, ത്രിപുര, നാഗാലാൻഡ്, മണിപ്പൂര്, മിസോറാം. അല്ല, മിസോറാം പറഞ്ഞല്ലോ. മണിപ്പൂര്, ഉത്തരാഖണ്ഡ്. അപ്പൊ ഈ 6 സംസ്ഥാനങ്ങളൂടെ പോയാൽ മതി. ബാക്കി എല്ലായിടത്തും പോയി. അടുത്ത വർഷം കൊണ്ട് തീരൂലേ? അടുത്ത വർഷം കൊണ്ട് അല്ല, അവധിക്ക് മാത്രമല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ടല്ലേ. ഇനി ഓണം വെക്കേഷൻ വരാം. ഓണം വെക്കേഷനൊക്കെ 10 ദിവസമല്ലേ ഉള്ളൂ. നമ്മൾ 10 ദിവസത്തിലല്ലേ, ക്രിസ്മസിനല്ലേ 10 ദിവസത്തെ. അതിവിടെ ലക്നൗ പോയതല്ലേ? അല്ല, ലക്നൗ അല്ല, പിന്നെ വെക്കേഷൻ അല്ലേ. നമ്മള് ഡൽഹൌസിക്ക് പോയപ്പോ കുഞ്ഞിക്കിളിയൊക്കെ ഡൽഹിക്ക് വന്നത്. ശരിയാ. പക്ഷെ ഇങ്ങോട്ടൊക്കെ അതിലും കൂടുതൽ ലോറിയ വരുമ്പോ അതിലും കൂടുതൽ ദിവസം എടുക്കും. 20 ദിവസത്തിൽ കുറഞ്ഞ 20 ദിവസത്തിന് മുകളിലേക്കേ ആവും. ക്ലാസ് കളയണ്ടേ? 2 മാസം ഉണ്ടല്ലോ, കുഴപ്പമില്ലായിരിക്കും. അവധിക്ക് കുഴപ്പമില്ല.
നോക്കാം. അവധിക്ക് നാഗാലാൻഡ് പോയി. ഇനി അടുത്ത പ്രാവശ്യം ആട്ടെ. ഇങ്ങോട്ട് മഴ പെയ്തിട്ടില്ല, മഴയില്ല, കാറ്റും ഇല്ല, മിന്നലും ഇല്ല, ഒന്നുമില്ല. പിന്നെ നമ്മുടെ ചാത്തുണ്ണിക്ക് വണ്ടി ഓടിക്കാഞ്ഞിട്ട് ഭയങ്കര വിഷമം. അപ്പോൾ എന്നാ കുറച്ച് ഓടിക്കട്ടെ. ഓടിച്ചോ. നമ്മുടെ ക്യാമറാമാൻ ഇന്നലെ നല്ലപോലെ ഉറങ്ങിയില്ല, അതുകൊണ്ട് ഇപ്പം കിടന്ന് ഉറങ്ങുക. വെളുപ്പിനെ 3 മണിയായപ്പോൾ എണീറ്റായിരുന്നു, പിന്നെ കിടന്നില്ല. കുഞ്ഞിക്കിളി, നമ്മളെ ഇപ്പോൾ അതേ വെസ്റ്റ് ബംഗാളൊക്കെ ഓടിത്തരുന്നതേ ഒഡീഷയിലേക്ക് കയറി ഇപ്പം കയറിയതേ ഉള്ളൂ. ഈ പ്രാവശ്യമേ നമ്മളെ വെസ്റ്റ് ബംഗാളിൽ കൂടെ ഒത്തിരി കിടന്ന് കറങ്ങിയില്ലേ. നല്ല അടിപൊളി സ്ഥലങ്ങളല്ലായിരുന്നു എല്ലാം. അപ്പോൾ ഒഡീഷയിൽ കയറി കുറച്ചിങ്ങി പോന്നിട്ട് ഞങ്ങളവരുടെ അടുത്ത് വണ്ടിയൊക്കെ നിർത്തി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഉച്ചക്കത്തെ ബിരിയാണി. അപ്പം അത് കഴിഞ്ഞ് ഉണ്ണിച്ചേട്ടൻ ആകാശിൻ്റെ കൂടെ അങ്ങോട്ട് പോയി. പിന്നെ രാജേഷ് പോ ഇവിടെ വണ്ടി ഓടിക്കുന്നു, കൂടെ കുഞ്ഞിക്കിളി കൂട്ടിരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഒഡീഷയിലെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കാണാം.